ഇന്ന് നമ്മൾ വെള്ളൂർക്കാവ് പോകണ വീഡിയോയാണ് കേട്ടോ. തുടങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസം തന്നെ ഞങ്ങൾ വെള്ളൂർക്കാവ് പോവുകയാണ്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. ഉമേഷേട്ടൻ്റെ മാമൻ്റെ മോളും ഭർത്താവും കൊച്ചും വന്നിട്ടുണ്ടായിരുന്നു. അവർ പറശ്ശിനിക്കടവ് പോകാൻ വേണ്ടി വന്നതായിരുന്നു. ഞങ്ങൾ 5 പേരും കൂടിയാണ് പറശ്ശിനിക്കടവ് പോയത്. പക്ഷേ പറശ്ശിനിക്കടവ് പോയ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഞങ്ങൾ വെള്ളൂർക്കാവിലേക്ക് പോകുന്ന ഒരു 2-2:30 ആയപ്പോഴാണ്. തിരുമ്പാൻ കുറേ ഉണ്ടായിരുന്നു. തിരുമ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഉമേഷേട്ടൻ എന്നെ നോക്കി ചിരിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഞങ്ങൾ തെറ്റിയിരിക്കുകയാണ്. തൊഴാൻ കണക്കാക്കിയല്ല ഞങ്ങൾ പോയത്, ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. വെള്ളൂർക്കാവ് ഗ്രൗണ്ടിൽ വണ്ടി നിർത്തിയിട്ടിട്ട് ഞങ്ങൾ നടന്നു. അൻപൂനെ എടുക്കുന്നതിനേക്കാളും ഇഷ്ടം ഉമേഷേട്ടന് നടത്തിക്കാനാട്ടോ. അതുപോലെ അവനും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ നടക്കാനാണ് കേട്ടോ. അൻപൂന് ഇതുപോലെ അമ്മേനെ വേണമെന്നോ അച്ഛനെ വേണമെന്നോ അങ്ങനെയുള്ള നിർബന്ധമോ ശാഠ്യമോ ഒന്നുമില്ല. ഉമേഷേട്ടനുണ്ടെങ്കിൽ ഉമേഷേട്ടൻ്റെ കൂടെ അങ്ങനെ നിന്നോളൂ. ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന അവിടെ എത്തിയപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴുകി വെക്കുന്നു. ഞങ്ങൾ വിചാരിച്ചു ഫുഡ് തീർന്നു പോയി കാണുന്നു. ബാലൻസ് 2 പ്ലേറ്റ് ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം കഴുകാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ പ്ലേറ്റിൽ 2 ഞാനും ഉമേഷേട്ടനും കൂടി ചോറ് വാങ്ങി. രാജേഷേട്ടനും അമ്മവും കൂടി പ്ലേറ്റ് കഴുകിയെടുക്കാനും പോയി. ഞങ്ങൾ ആ സമയം കൊണ്ട് ചോറ് കഴിക്കാൻ തുടങ്ങി. അമ്പുടു ഞങ്ങളുടെ കൂടെ ആയതുകൊണ്ട് ഉമേഷേട്ടൻ അമ്പുടുവിന് ചോറ് വാരി കൊടുക്കുമായിരുന്നു. അപ്പോഴേക്കും അവരും വന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ കഴിച്ചിറങ്ങി. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അവന് ഫുൾ എനർജിയായി. പിന്നെ ഉമേഷേട്ടൻ്റെ കൈയൊന്നും അവന് വേണ്ട. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൗണ്ടിൽ കൂടെ ഓടിക്കളി തന്നെയായിരുന്നു. ഞങ്ങൾ അവൻ്റെ പുറകാലെ ഓടിക്കൊണ്ടിരുന്നു. അമ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ 2-3 ദിവസം സമയം പോയതേ അറിഞ്ഞില്ല. ഇപ്പോഴാണെങ്കിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരുമാതിരി ഉണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. അന്നേരം അവിടെ സൈഡിൽ ചേച്ചി ഇങ്ങനെ ഇരുന്നിട്ട് പൈസ ചോദിക്കുന്നുണ്ടായിരുന്നു. അവനത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകമായിരുന്നു. അവൻ ആ ചേച്ചിനെ നോക്കി കുറേ ചിരിച്ചു. ഞങ്ങൾ പൈസ കൊടുക്കുന്നതിന് പകരം അവർക്ക് കുടിക്കാനും കഴിക്കാനുമുള്ള ഭക്ഷണം വാങ്ങിക്കൊടുത്തു. പിന്നെ ഞങ്ങൾ 4 പേരും സെയിം വൈബാണ് കേട്ടോ. സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിലും കടകളിലൂടെ ഇങ്ങനെ തെണ്ടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ച് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള തൂക്കുപാലത്തിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് ഉമേഷേട്ടൻ എന്നോട് മിണ്ടാനുള്ള തന്ത്രപ്പാടിലായിരുന്നു. ഞാൻ മിണ്ടുന്നില്ല, ഞാൻ ഫുൾ ജാട ഇട്ട് നിന്നു. പിന്നെ പാവല്ലേന്ന് ഓർത്ത് മിണ്ടാൻ തുടങ്ങി. സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ തിരിച്ചു വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.